കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുതിപ്പ് തുടരുകയാണ്. ചെറിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും വില കൂടാനുള്ള സാധ്യത തന്നെയാണ് വിപണിയിലുള്ളത്. വൻതോതിൽ വില കുറയുമെന്ന ചില പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും മറിച്ചാണ് സംഭവിക്കുന്നത്. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുതിക്കുകയാണ്. ചില ദിവസങ്ങളിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും വില കൂടാനുള്ള സാധ്യത തന്നെയാണ് വിപണിയിലുള്ളതും. വില വൻതോതിൽ കുറയുമെന്ന ചില പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നേരിയ തോതിൽ വില ഉയരുന്നതാണ് വിപണിയിലെ കാഴ്ചകൾ. ലാഭമെടുപ്പ് സമ്മർദ്ദത്തിൽപ്പെട്ട് രാജ്യാന്തര വില $5000 നിലവാരത്തിൽ നിന്ന് 4870 ഇടിഞ്ഞ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ വിലയും കുറഞ്ഞത്. $US ശക്തമാകുന്നതും സ്വർണ്ണക്കുതിപ്പിന് തടസ്സമായി തന്നെ മാറി. രാജ്യാന്തര വില $4000 സമീപഭാവിയിൽ താഴ്ന്നേക്കാമെന്ന് ചില നിരീക്ഷകർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പവൻ വില 1 ലക്ഷം രൂപയ്ക്ക് താഴെ എത്തും. എന്നാൽ അതിനുള്ള സാധ്യതയും മുന്നിലില്ല. അതേസമയം സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് സന്തോഷിക്കാവുന്ന വാദമാണ് മറ്റു ചില നിരീക്ഷകരുടേത്. 2027 രാജ്യാന്തര വില $6500 എത്തിയേക്കാം. അതോടെ പവൻ വില 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തും. നിലവിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികൾ നേരിടുന്ന വിശ്വാസ തകർച്ച സ്വർണത്തിനാണ് ഫലങ്ങൾ നേട്ടമാകുക എന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. ഗോൾഡ് ETF-കളിലേക്ക് വലിയ തോതിലുള്ള നിക്ഷേപം ഒഴുകുകയും വില കുതിച്ചുയരുകയും ചെയ്തേക്കാം. ഇന്നലെ രാവിലെ വലിയ തോതിൽ വില ഇടിഞ്ഞ് വിപണി ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വില വർദ്ധിച്ചു. ഇന്നലെ 1,11,720 രൂപയായി കുറഞ്ഞ പവൻ വില ഉച്ചയ്ക്ക് ശേഷം 1,12,720 രൂപയായി ഉയരുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് രാവിലെയും പവന് 2000 രൂപയിലധികം രൂപ വർദ്ധിച്ചു. വില ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പലരും പഴയ സ്വർണം വെച്ച് പണമാക്കാനാണ് ശ്രമിക്കുന്നതും. റിയൽ എസ്റ്റേറ്റ് ഇടപാടിന് വേണ്ടിയാണ് പലരും സ്വർണം വിൽക്കുന്നതും. ഇനിയും സ്വർണ്ണവില കൂടാൻ സാധ്യതയുണ്ട് എന്നതിനാൽ കാത്തിരുന്നാൽ വലിയ ലാഭം തന്നെ കൊയ്യാൻ സാധിച്ചേക്കും. ആഭരണം വിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ വിൽക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.